അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫനസ്അലുല്ലാഹ തബാറക വതആല അൻ യമുന്ന അലൈനാ ബിൽഇൽമി നാഫിഅ വൽഅമലി സ്വാലിഹ് വയർസുഖനൽ ഇഖ്ലാസ ഫിൽ ഖൗലി വൽ അമൽ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച അൽ ഉർജൂസത്തുൽ മിഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന ചെറിയൊരു കവിതയാണ്. 100ഓളം വരികൾ വരുന്ന ഒരു കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത് മദീന ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. അതിൽ അവസാനം നമ്മൾ പറഞ്ഞത് ഖിബല, മുസ്ലിമീങ്ങളുടെ ഖിബല ആദ്യം ബൈത്തുൽ മഖ്ദിസായിരുന്നു. അത് പിന്നീട് കഅബയിലേക്ക് മാറ്റിയതാണ് അവസാനമായി നാം പറഞ്ഞു നിർത്തിയത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ദറസിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ചരിത്രത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ച് അഗാധമായി പറയുക എന്നതല്ല നമ്മുടെ ക്ലാസിന്റെ ഉദ്ദേശം. മറിച്ച് മൊത്തത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിനെ പറ്റി ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പൊതുവെ ഉലമാക്കൾ പറയുന്നതായി കാണാം, ചെറിയ മത്നുകൾ, ചെറിയ രൂപത്തിലുള്ള മത്നുകൾ അല്ലെങ്കിൽ കിതാബുകൾ അതിങ്ങനെ ധാരാളമായി വിശദീകരിക്കുക എന്നുള്ളത് ശരിയായ ഒരു ശൈലിയല്ല, അല്ലെങ്കിൽ ശരിയായ ഒരു രീതിയല്ല. മറിച്ച് ചെറിയ രൂപത്തിലുള്ള കിതാബുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നവാഖിദുൽ ഇസ്ലാം 10 ഖായിദകളാണ്. അതുപോലെ തന്നെ ഉസൂലു സലാസ, ഖവായിദുൽ അർബ, ഇതൊക്കെ 90ഉം 95ഉം ദറസുകൾ നടത്തുക എന്നുള്ളത് ശരിയല്ല, ശരിയായ ഒരു രീതിയല്ല. ഉലമാക്കൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പൊതുവെ പറയാറുള്ള കാര്യമാണ് ദീർഘമായ വിശദീകരണങ്ങൾ, ഇതുപോലുള്ള ചെറിയ മത്നുകളുടേത് ദീർഘമായ വിശദീകരണങ്ങൾ ആളുകൾക്ക് മടുപ്പുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കിതാബുകൾ, ചെറിയ വിശദീകരണമാണ് ചെയ്യേണ്ടത് എന്ന് ഉലമാക്കൾ പറഞ്ഞതായി കാണാം. ഇൻഷാ അല്ലാഹ് ഇന്ന് എടുക്കാനുള്ളത് നമ്മുടെ സഹോദരൻ സാദ് പാരായണം ചെയ്യും. بسم الله الرحمن الرحيم. من بعد ذا العشير يا إخواني وفرض صوم الشهر في شعبان والغزوة الكبرى التي ببدر في الصوم في 17 الشهر. ജസാക്കുമുല്ലാഹു ഖൈറൻ. പിന്നീട് ഷെയ്ഖ് പറയുന്നത് ഗസ്വത്തു ഉശൈറിനെ പറ്റിയാണ്. അവിടുന്ന് പറഞ്ഞു മിൻ ബഅദി ദൽ ഉശൈറു യാ ഇഖ്വാനി വഫർളു സൗമി ശഹരി ഫി ശഅബാനി. അവിടുന്ന് പറയുകയാണ്, പിന്നീട് സഹോദരങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് ദൽ ഉശൈർ. ദൽ ഉശൈർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉശൈർ യുദ്ധം നടത്തി. ഇതിന് ചരിത്രത്തിൽ ഉശൈർ എന്നും ഉശൈറ അവസാനം താ മർബൂത്ത ആ രൂപത്തിലും പേരുണ്ട്. ഉശൈർ, ഉശൈറ, അതുപോലെ തന്നെ ഉശൈറ എന്നും പേരുണ്ട്. 3 പേരുകൾ ഈ യുദ്ധത്തിന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ പേര് വരാനുള്ള കാരണം? ദാത്തുൽ ഉശൈർ, ദാത്തുൽ ഉശൈർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്
വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത് ദാത്തുൽ ഉശൈർ എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു. കഴിഞ്ഞ ദറസിൽ നമ്മൾ ചെറിയ ബദറിനെ പറ്റി പറഞ്ഞിരുന്നു. എന്താണ് ചെറിയ ബദർ? അഥവാ മദീനക്കാരുടെ സമ്പത്ത് ഇല്ലാതാക്കിയ ചില ആടുകളെയും അതുപോലെ തന്നെ ഒട്ടകങ്ങളെയും ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹ്രി എന്ന് പറയുന്ന ആൾ ആടുമാടുകളെ കൊന്നുകളയുകയുണ്ടായി. അങ്ങനെ മദീനക്കാർക്ക് അത് പ്രയാസമുണ്ടാവുകയും അങ്ങനെ ഖുർസ് ബിൻ ജാബിറിനെ തേടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും പോയ ആ സംഭവം നമ്മൾ പറഞ്ഞിരുന്നു. ആ സംഭവത്തിന് ശേഷം, ചെറിയ ബദറിന് ശേഷം ഏകദേശം 10 ദിവസത്തിന് ശേഷമാണ് ഉശൈർ യുദ്ധം നടക്കുന്നത്. ആ ചെറിയ ബദർ സുഗറ അതിനുശേഷം ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഉശൈർ യുദ്ധം നടക്കുന്നത്. ഈ സ്ഥലത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അഥവാ ദാത്തു ഉശൈർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് റസൂൽ പുറപ്പെട്ടത് എന്തിനാണ്? നേരത്തെ പുറപ്പെട്ടതുപോലെ തന്നെ ഖുറൈശി കച്ചവട സംഘത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയും പുറപ്പെട്ടത്. അങ്ങനെ യംബു എന്ന് പറയുന്ന സ്ഥലം, പൊതുവെ മലയാളികൾ യാംബു എന്ന് പറയുന്ന യംബു എന്ന സ്ഥലത്ത് അതിനോട് സമീപത്തുള്ള സ്ഥലമാണ് ഉശൈർ. അവിടെ എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരെന്ത് ചെയ്യാൻ സാധിച്ചില്ല, പിടികൂടാൻ സാധിച്ചില്ല. അവർ രക്ഷപ്പെട്ട് പോവുകയുണ്ടായി. അവിടെ എത്തിയപ്പോൾ ബനു മുദ്ലജ് എന്ന ഗോത്രക്കാരുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്പരം സഹകരിക്കാനും അതുപോലെ തന്നെ ശത്രുക്കളോട് പരസ്പരം സഹകരിക്കാതിരിക്കാനും ഒരു കരാർ വെക്കുകയും പിന്നീട് മദീനയിലേക്ക് തിരിക്കുകയും ചെയ്തു. റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിച്ച ആ കച്ചവടക്കാരെ റസൂലിന് പിടിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ബനു മുദ്ലജ് എന്ന് പറയുന്ന ഗോത്രക്കാരുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരാറിൽ ഏർപ്പെട്ടു. എന്താണ് കരാർ? അഥവാ പരസ്പരം സഹകരിക്കാനും ശത്രുക്കളുമായി പരസ്പരം സഹകരിക്കരുത് എന്ന കരാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുകയുണ്ടായി. ബനു മുദ്ലജ് എന്ന ഗോത്രക്കാർ. ഇതാണ് ഈ സംഭവം. ഇതാണ് ഗസ്വത്തു ഉശൈർ എന്ന് പറയുന്നത്. പിന്നീട് ശൈഖ് റഹിമഹുല്ല രണ്ടാമത്തെ ഷത്റിൽ രണ്ടാമത്തെ വരിയായി പറയുന്നത് വഫർളു സൗമി ശഹരി ഫീ ശഅബാൻ. പിന്നീട് റമളാൻ മാസത്തിലെ നോമ്പ് ഏത് മാസത്തിലാണ് നിർബന്ധമായി എന്ന് പറഞ്ഞ ആയത്തിറങ്ങുന്നത്? ശഅബാൻ മാസത്തിലാണ്. ശഅബാൻ മാസത്തിലാണ്. അഥവാ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കിയതിനെ പറ്റിയാണ് ശൈഖ് റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നത്. ഹിജറ 2-ാം വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുസ്ലിമിനു മേലും നോമ്പ് നിർബന്ധമാക്കുന്നത്. ഹിജറ 2-ാമത്തെ വർഷം അഥവാ മദീന ജീവിതത്തിലെ 2-ാം വർഷം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര റമളാനുകളാണ് ലഭിച്ചത്? 9 റമളാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. 9 റമളാൻ. ഇതിനെപ്പറ്റി ഇമാം അന്നവവി റഹിമഹുല്ല അദ്ദേഹം പറയുന്നതായി കാണാം, സാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റമളാനാത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് 9 റമളാനുകളാണ് ലഭിച്ചത്. 9 റമളാനുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. ലിഅന്നഹു ഫുരിള ഫീ ശഅബാൻ. ഈ റമളാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാകുന്നത് എന്ന ആയത്ത് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത് ഏത് മാസത്തിലാണ്? ലിഅന്നഹു ഫുരിള ഫീ ശഅബാൻ ഫി സനതി സാനിയ. ഏത് വർഷത്തിലാണ്? ഹിജറ 2-ാം വർഷം. വതൂഫിയ സനത 11. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നത് ഏത് വർഷമാണ്? ഹിജറ 11-നാണ്. അപ്പോൾ ഹിജറ 2-ാം വർഷം മുതൽ ഹിജറ 11 വർഷം വരെ എത്ര വർഷമാണുള്ളത്? 9 ആണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റമളാനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട കാര്യം, റമളാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുൻപ് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. റമളാനിലെ നോമ്പ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാകുന്നതിന് മുൻപ് തന്നെ മുസ്ലിമീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നോമ്പെടുക്കാറുണ്ട്. നോമ്പിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ 4 ഘട്ടമാണ് നോമ്പിനുള്ളത്. 4 ഘട്ടമായിട്ടാണ് നമുക്ക് നോമ്പിനെ കണക്കാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ 4 ഘട്ടമായിട്ടാണ് നോമ്പ് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാകുന്നത് അല്ലെങ്കിൽ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം ഉൾക്കൊള്ളുന്നത്. അതിലൊന്നാമത്തേത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിൽ വന്ന ആദ്യ സാഹചര്യത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി എല്ലാ മാസത്തിലും
മൂന്ന് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. റസൂൽ ഹിജ്റ ചെയ്ത് മദീനയിൽ വന്ന ആദ്യ സാഹചര്യത്തിൽ മൂന്ന് ദിവസം, മാസത്തിൽ എല്ലാ 3 ദിവസവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. അതുപോലെ ആശൂറയുടെ നോമ്പും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഷ്ഠിക്കാറുണ്ട്. ആശൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹറം 10 നോമ്പ്. ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, കാനത് ഖുറൈശുൻ തസൂമു ആശൂറ ഫിൽ ജാഹിലിയ. ജാഹിലിയത്തിൽ ഖുറൈശികൾ എന്ത് ചെയ്യാറുണ്ട്? ആശൂറയുടെ നോമ്പ് എടുക്കാറുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഖുറൈശികൾ മുഹറം 10 നോമ്പ് എടുക്കാറുണ്ട്. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യാറുണ്ട്? ആ നോമ്പ് എടുക്കാറുണ്ട്. ഫലമ്മ ഹാജറ ഇലൽ മദീനതി അമറ ബിസിയാമിഹി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നതിന് ശേഷം അമറ ബിസിയാമിഹി, ആ നോമ്പ് നിർബന്ധമായും നോൽക്കാൻ വേണ്ടി കൽപ്പിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യമായി കൽപ്പിച്ച നോമ്പ് ഏതാണ്? ആശൂറയുടെ അഥവാ മുഹറം 10 നോമ്പാണ്. മുസ്ലിമീങ്ങളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി കൽപ്പിച്ച നോമ്പ് ഏതാണ്? മുഹറം 10 ആശൂറയുടെ നോമ്പാണ്. അപ്പോൾ എല്ലാവർക്കും അതെന്തായിരുന്നു? വാജിബായിരുന്നു. ഇതാണ് ഇസ്ലാമിന്റെ ആദ്യത്തെ നോമ്പുമായി ബന്ധപ്പെട്ട കാലഘട്ടം അല്ലെങ്കിൽ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ മുഹറം 10 അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുകയാണ്? റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കാൻ കൽപ്പിക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞതുപോലെ എത്രാമത്തെ വർഷമാണ്? ഹിജ്റ 2-ാം വർഷത്തിലാണ് നോമ്പ് നിർബന്ധമായി അള്ളാഹു അനുഷ്ഠിക്കണമെന്ന് കൽപ്പിച്ചത്. പക്ഷേ ആ കൽപ്പിച്ച വേളയിൽ എല്ലാവർക്കും എന്തില്ല? നോമ്പെടുക്കണമെന്ന് നിർബന്ധമില്ല. മറിച്ച് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം. ഇനി കഴിവുള്ളവനാണെങ്കിലും നോമ്പ് നോൽക്കാതിരിക്കാം. പക്ഷെ എന്താണ് അതിന് പകരമായി ചെയ്യേണ്ടത്? എത്ര നോമ്പാണോ അനുഷ്ഠിക്കാതിരിക്കുന്നത് അതിന് പകരമായി ഓരോ ആളുകൾക്കും എന്ത് ചെയ്യണം? ഓരോ പാവപ്പെട്ട ആളുകൾക്കും ഭക്ഷണം കൊടുക്കണം. ഇന്നെങ്ങനെയാണ് നിയമം? കഴിവുള്ളവൻ നിർബന്ധമായി എന്ത് ചെയ്യണം? നോമ്പെടുക്കണം. കഴിവുള്ളവൻ നിർബന്ധമായും നോമ്പെടുക്കണം. രോഗികളോ അല്ലെങ്കിൽ അതുപോലെ സ്ഥിരമായ രോഗമോ ഉള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യേണ്ടത്? നോമ്പെടുക്കാതിരിക്കാനും അതുപോലെ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാനും നിയമമുള്ളത്. എന്നാൽ രണ്ടാമത്തെ കാലഘട്ടം അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞത്? നോമ്പെടുക്കുന്നവർക്ക് എടുക്കാം, എടുക്കാത്തവർക്ക് എടുക്കാതിരിക്കാം. അത് കഴിവുള്ളവനാണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ പകരം എന്താണ് ചെയ്യേണ്ടത്? എത്രയാണോ നോമ്പ് ഉപേക്ഷിക്കുന്നത് അതിന് പകരമായി ഒരു മിസ്കീന് ഭക്ഷണം കൊടുത്താൽ മതിയാവും. ക്ലിയർ അല്ലേ? ബറക്കല്ലാഹു ഫീക്കും. ഇതാണ് രണ്ടാമത്തെ രൂപം. ഇനി മൂന്നാമത്തെ ഘട്ടം എന്താണ്? ഈ തെരഞ്ഞെടുക്കാനുള്ള അവകാശം അത് നീക്കുകയുണ്ടായി. തെരഞ്ഞെടുക്കാനുള്ള അവകാശം അത് നീക്കുകയുണ്ടായി. എന്നിട്ട് റമളാനിൽ എല്ലാവരോടും നോമ്പെടുക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. അഥവാ കഴിവ് ഉള്ള എല്ലാ ആളുകളും, നോമ്പെടുക്കാൻ കഴിവുള്ള ഖാദിറായ എല്ലാ ആളുകളും നോമ്പെടുക്കണം. ഏത് നിയമം ഇല്ലാതായി? കഴിവുള്ളവന് എടുക്കാതിരിക്കാം എന്നുള്ള നിയമം നീക്കം ചെയ്തു. പക്ഷേ ഇതിങ്ങനെ നിർബന്ധമായെങ്കിലും ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല ആദ്യ കാലഘട്ടത്തിൽ നോമ്പിന്റെ രൂപം. നമ്മൾ ഇന്ന് കാലഘട്ടത്തിൽ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്? ഫജ്ർ ബാങ്ക് കൊടുത്തത് മുതൽ നോമ്പിന്റെ സമയം എന്താകും? ആരംഭിക്കും. എന്നിട്ട് ഏത് സമയത്താണ് നമ്മൾ നോമ്പ് മുറിക്കുന്നത്? മഗ്രിബിന്റെ സമയത്താണ്. എന്നാൽ മൂന്നാം ഘട്ടത്തിൽ നോമ്പ് മുറിക്കുന്ന സമയം ഏതാണ്? മഗ്രിബ് തന്നെയാണ്. നോമ്പ് മുറിക്കേണ്ട സമയം മഗ്രിബ് തന്നെയാണ്. പക്ഷേ ആ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ദിവസത്തെ നോമ്പ് തുടങ്ങുകയപ്പ ഫജറിനല്ല, മറിച്ച് ആ നോമ്പ് തുറന്നതിന് ശേഷം എപ്പോഴാണോ ഒരാൾ ഉറങ്ങുന്നത്, ശ്രദ്ധിക്കുക, ആ നോമ്പ് മുറിച്ചതിന് ശേഷം എപ്പോഴാണോ ഒരാൾ ഉറങ്ങുന്നത് ആ ഉറങ്ങിയ സമയം മുതൽ എന്ത് തുടങ്ങി? അയാൾ പിറ്റേ ദിവസത്തെ നോമ്പ് ആരംഭിക്കുകയുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പൊ മഗ്രിബായി, ഞാൻ ഈ സമയത്ത് ഭക്ഷണം കഴിച്ചു, ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ഉറങ്ങിയെന്ന് കരുതുക. ആ ഉറങ്ങിയ സമയം മുതൽ എന്തായി? എന്റെ നോമ്പിന്റെ രണ്ടാമത്തെ ദിവസത്തെ നോമ്പിന്റെ സമയം ആരംഭിക്കുകയുണ്ടായി. ഈ രൂപത്തിലാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ, അഥവാ എല്ലാവർക്കും നോമ്പ് നിർബന്ധമായ സാഹചര്യത്തിൽ ഈ രൂപത്തിലാണ് നോമ്പിന്റെ അവസ്ഥ. അഥവാ നോമ്പ് മഗ്രിബിന് തുറന്നു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴാണോ ഉറങ്ങുന്നത് ആ ഉറങ്ങിയ സമയം മുതൽ പിന്നീട് എന്തായി? അടുത്ത നോമ്പിന്റെ ദിവസം അല്ലെങ്കിൽ അടുത്ത നോമ്പ് ആരംഭിക്കുകയുണ്ടായി. പിന്നീട് ഖൈസ് റളിയല്ലാഹുവിന്റെ സംഭവം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കേട്ടതായിരിക്കാം.
ഒരു ദിവസം എന്തുണ്ടായി? ഇദ്ദേഹം നോമ്പ് അനുഷ്ഠിക്കുകയും മഗ്രിബിന്റെ നേരമായപ്പോൾ, ശ്രദ്ധിക്കണം നമ്മൾ, സുബ്ഹാനല്ലാഹ്, സഹാബിമാരുടെ വീട് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ഖൈസ് റളിയല്ലാഹു അൻഹു നോമ്പുകാരനായിരിക്കെ മഗ്രിബിന്റെ നേരമായി അദ്ദേഹത്തിന് വീട്ടിൽ വന്നപ്പോൾ എന്തില്ല? നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല. വീട്ടിൽ ഭാര്യയോട് ചോദിച്ചപ്പോൾ എന്തെങ്കിലും എനിക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണമുണ്ടോ എന്ന് ചോദിക്കുകയും ഭാര്യ മറുപടി പറഞ്ഞ കാര്യം എന്താണ്? നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ല എന്ന് മറുപടി കൊടുക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം രാവിലെ ധാരാളം ജോലി ചെയ്ത് ക്ഷീണിതനാണ്. അദ്ദേഹം ആ മഗ്രിബിന്റെ നേരത്ത് ആ തുറക്കുന്ന സമയം കഴിഞ്ഞ് തൊട്ടുടനെ തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി. ആ ക്ഷീണം കാരണത്താൽ അദ്ദേഹം ഉറങ്ങിപ്പോയി. നമ്മൾ പറഞ്ഞതനുസരിച്ച് പിന്നീട് അദ്ദേഹത്തിന് എന്തായി? അടുത്ത ദിവസത്തെ നോമ്പിന്റെ സമയം ആരംഭിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം പിറ്റേന്ന് ഉച്ചയോടടുത്ത് ബോധം കെട്ടു വീണു. സ്വാഭാവികമാണ്, ഒരാൾ ഒരു ദിവസം മുഴുവനായി കഴിഞ്ഞ് പിറ്റേന്നും ആ സമയം വരെ ആയപ്പോൾ അദ്ദേഹം ക്ഷീണിതനാണ്, ജോലിയുണ്ട്, ബോധം കെട്ട് വീണപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ആയത്തിറക്കി. എന്താണ്? നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഫജർ മുതൽ മഗ്രിബ് ബാങ്ക് വരെ എന്നുള്ള രൂപത്തിൽ ആയത്തിറക്കുകയുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്താണ്. നമ്മുടെ മുൻഗാമികൾ സഹാബിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകൾ അവരുടെ ജീവിതം ഇങ്ങനെയായിരുന്നു. ധാരാളം സമ്പത്തോ വലിയ സമ്പത്തോ അതുപോലെ തന്നെ സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നന്ന് കഴിക്കാനുള്ള ഭക്ഷണം പോലും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ സഹാബിമാർക്ക്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ അവർക്കുള്ള സ്ഥാനം അത് വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അടയാളമല്ല ദുനിയാവ് അവന് നൽകുക എന്നുള്ളത്. ദുനിയാവ് അള്ളാഹു ഇഷ്ടപ്പെട്ടവനും ഇഷ്ടപ്പെടാത്തവനും കൊടുക്കും. പക്ഷേ ദീൻ എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന സാധനമാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ ദീൻ, അതിന്റെ വില നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം, അല്ലെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ഉദ്ദേശിക്കുന്നത് അവന് ദുനിയാവിൽ വിഭവം നൽകുമെന്നാണോ പറഞ്ഞത്? സമ്പത്ത് നൽകുമെന്നാണോ പറഞ്ഞത്? അല്ല, യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹുവിന്റെ ദീനിൽ അവൻ അവഗാഹം നൽകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയുമാണ് നോമ്പുമായി പറയാനുള്ളത്. 4 ഘട്ടം നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് ഏതാണ്? ഒന്നാമത്തെ ഘട്ടം മുഹറം 10 നോമ്പ്. രണ്ടാമത്തേത് ഏതാണ്? നോമ്പ് റമളാൻ മാസത്തിൽ നിർബന്ധമാക്കി, പക്ഷെ അനുഷ്ഠിക്കുന്നവർക്ക് അനുഷ്ഠിക്കാം, അല്ലാത്തവർക്ക് അത് ഉപേക്ഷിക്കാം. പക്ഷെ എന്ത് കൊടുക്കണം? മിസ്കീന് ഭക്ഷണം കൊടുക്കണം. മൂന്നാമത്തേത് ആ നിയമം മാറ്റി, പക്ഷെ നോമ്പിന്റെ സമയം എങ്ങനെയായിരുന്നു? മഗ്രിബിന്റെ സമയത്ത് നോമ്പ് മുറിക്കാം. പിന്നീട് അടുത്ത നോമ്പിന്റെ സമയം തുടങ്ങുക എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം മുതൽ. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് കാണുന്ന രൂപത്തിൽ എന്ത് ചെയ്യുകയുണ്ടായി? നോമ്പ് നിയമമാക്കുകയുണ്ടായി. ഇത്രയുമാണ് നോമ്പുമായി നമുക്ക് പറയാനുള്ളത്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന കാര്യം വൽ ഗസ്വത്തുൽ കുബ്റ അല്ലതി ബിബദർ ഫിസ്സൗമി സാബി അശ്രി ഷഹർ. പിന്നീട് ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് അൽ ബദറുൽ കുബ്റ അല്ലെങ്കിൽ ബദറുൽ കുബ്റ അതിനെ പറ്റിയാണ്, വലിയ ബദർ യുദ്ധത്തിനെ പറ്റിയാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹിജറ 2-ാം വർഷം നടന്ന 6ാമത്തെ പ്രധാന സംഭവമായി ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ പറഞ്ഞത് വലിയ ബദറിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും പറഞ്ഞതുപോലെ സുപരിചിതമായ യുദ്ധം, ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു പോരാട്ടമായിരുന്നു ബദർ എന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ ചില യുദ്ധത്തിൽ പറഞ്ഞതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുറൈശി കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ച് പോയതായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് വലിയ ബദർ യുദ്ധം. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, സൂചിപ്പിച്ചതുപോലെ ചെറിയ കാര്യങ്ങൾ പറയാം. നമുക്കറിയാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും എന്തുദ്ദേശിച്ചു പോയതല്ല, ഒരു യുദ്ധം ഉദ്ദേശിച്ചു പോയതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ധാരാളം ആളുകളോ അല്ലെങ്കിൽ ധാരാളം പടക്കോപ്പുകളോ അതുപോലുള്ള കാര്യങ്ങളൊന്നുമില്ല. റസൂലിന്റെ ഉദ്ദേശം എന്തായിരുന്നു? കച്ചവട സംഘത്തെ ഉദ്ദേശിച്ചു കൊണ്ടുപോയതാണ്. അങ്ങനെ റമളാനിൽ സ്വഹാബിമാരെയും കൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു. ആരുടെ അടുത്തേക്കാണ് അല്ലെങ്കിൽ ആരെയും ലക്ഷ്യം വെച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയത്? ആരെയാണ്? അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു. ആ കാലഘട്ടത്തിൽ അദ്ദേഹം മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു.
അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് മക്കയിലേക്ക് വലിയ കച്ചവട സംഘം പോകുന്നു എന്ന വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യാത്ര റസൂൽ ആരംഭിച്ചത്. റസൂലും കൂട്ടരും 300-നും 320-നും ഇടയിലുള്ള ആളുകളാണുള്ളത്. 300-ഉം 320-നും ഇടയിലുള്ള 300 ചില്ലാനം ആളുകളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളത്. എന്നാൽ ഈ വാർത്ത ആരറിയുകയുണ്ടായി? അബൂ സുഫിയാൻ ഇങ്ങനെ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടാളികളും നമ്മുടെ കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നു എന്ന് അബൂ സുഫിയാന് വാർത്ത വരികയുണ്ടായി. ഉടനെ മക്കക്കാരെ അബൂ സുഫിയാൻ ഒരു കത്തിലൂടെ ഈ വിവരം അറിയിച്ചു. അഥവാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലവും സഹാബിമാരും നമ്മളെ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന്. അങ്ങനെ മക്കയിലെ കാഫിരീങ്ങൾ വലിയ സംഘവുമായി എന്ത് ചെയ്യുകയാണ്? പുറപ്പെടുകയാണ്. വലിയ ഒരു സംഘവുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സംഘത്തെയും വകവരുത്താൻ വേണ്ടി പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം, മക്കക്കാരുടെ ലക്ഷ്യം, കുഫാറുകളുടെ ലക്ഷ്യം അബൂ സുഫിയാനെ രക്ഷിക്കുക, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇല്ലാതാക്കുക. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ അബൂ സുഫിയാൻ വളരെ തന്ത്രപരമായി പൊതുവെ സഞ്ചരിക്കുന്ന വഴിയിൽ നിന്ന് മാറി സഞ്ചരിച്ചുകൊണ്ട് ഒരു കടലിന്റെ വഴിയിലൂടെ എന്ത് ചെയ്യുകയുണ്ടായി? അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി. മാറി സഞ്ചരിച്ച് രക്ഷപ്പെട്ടു പോയി. എന്നാൽ മക്കക്കാരിൽ ചിലർക്ക് ഈ വാർത്ത അബൂ സുഫിയാൻ തന്നെ അറിയിച്ചു. അഥവാ ഞാനും സംഘവും എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടതില്ല? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഏറ്റുമുട്ടേണ്ടതില്ല, ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൽ ചില ആളുകൾ പറയുകയുണ്ടായി, ശരിയാണ്, അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു, നമുക്ക് യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ചില ആളുകൾ തിരിഞ്ഞ് പോവുകയുണ്ടായി. എന്നാൽ അതിലുള്ള ചില അഹങ്കാരികളായ ആളുകൾ പറഞ്ഞു, നമ്മൾ എന്താണ്, നമ്മുടെ കൂടെ കുറെ ആളുകളുണ്ട്, നമ്മുടെ അടുത്തെന്തുണ്ട്, ധാരാളം വാഹന മൃഗങ്ങളുണ്ട്, പടക്കോപ്പുകളുണ്ട്, അങ്ങനെ കണ്ട ദുനിയാവിപരമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല? തിരിച്ചു പോകേണ്ടതില്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടരെയും നമുക്ക് വകവരുത്താം എന്ന അഹങ്കാരത്തിന്റെ സംസാരം അവിടുന്ന് ചില ആളുകൾ പറയുകയും പിന്നീട് ആ യുദ്ധം, ആ ഏറ്റുമുട്ടൽ വളരെ വലിയ യുദ്ധം നടക്കുകയും ചെയ്തു. ഏത് സ്ഥലത്ത് വെച്ചാണ്? ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് ഗസ്വത്തു ബദർ എന്ന് പേര് വരാനുള്ള കാരണം. അൽഹംദുലില്ലാഹ്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നൽകിയ വിജയം വളരെ വമ്പിച്ച വിജയമായിരുന്നു. അതിൽ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ മഹത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കൈവിടില്ല എന്ന ആ ഒരു ആശയം നമുക്ക് എത്തിച്ചു തരുന്ന ധാരാളം സംഭവങ്ങൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ ഖുറൈശികളുടെ നേതാക്കന്മാരായ അബൂജഹൽ, അതുപോലെ തന്നെ ധാരാളം കുഫാറുകളുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ട ഒരു യുദ്ധമാണ്. ആരാണ് അബൂജഹലിനെ കൊല്ലുന്നത്? 2 ചെറിയ കുട്ടികളാണ്. 2 ചെറിയ കുട്ടികളാണ് അബൂജഹലിനെ വകവരുത്തുന്നത്. എന്തായിരുന്നു കാരണം? ആ കുട്ടികൾ പറഞ്ഞ കാരണം എന്താണ്? ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹൽ ചീത്ത വിളിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. 2 കുട്ടികൾ പറയാണ്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദറിന്റെ സഫിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഇടതും വലതും ചെറിയ 2 കുട്ടികളാണുള്ളത്. ചെറിയ പ്രായത്തിലുള്ള 2 കുട്ടികൾ. അവർ രണ്ടുപേരും അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിക്കണ്ടേ, ആരാണ് അബൂജഹൽ? ആരാണ് ഈ അബൂജഹൽ എന്ന് ചോദിച്ചു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഇത് കാണുന്ന ആളാണ്, എന്താണ് അയാളെ കൊണ്ടുള്ള നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ കൊടുത്ത മറുപടി എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇയാൾ ചീത്ത പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് തന്നെ അവരെ കൊല്ലണമെന്ന് ചെറിയ കുട്ടികൾ അവിടുന്ന് പറയണം. നോക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സഹാബിമാരുടെ കുട്ടികളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തത്തെക്കാൾ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ അടയാളമാണ്. എന്നിട്ട് ഈ 2 കുട്ടികളാലാണ് അബൂജഹൽ കൊല്ലപ്പെടുന്നത്. അതുപോലെ തന്നെ ചില സഹാബിമാർ, ബദറിൽ പങ്കെടുത്ത ചില സഹാബിമാർ പറയുന്നതായി കാണാം, നമ്മൾ ശത്രുക്കളുടെ നേർക്ക് വാളിങ്ങനെ ഓങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ മുഴുവനായി കഴുത്തിന്മേലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവരുടെ ശിരസുകൾ അല്ലെങ്കിൽ തല അത് താഴേക്ക് വീഴുകയാണ്. അതുപോലെ തന്നെ പല വാളുകളുടെ ഒച്ചയും കേൾക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ ആരും യുദ്ധം ചെയ്യുന്നതായി പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ആരാണ് സഹായിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളെ കൊണ്ട് സഹായിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇതിനൊന്നിനും എന്തില്ല, നീണ്ട കാലത്തെ കാലാവധികളില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണത്? വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. യഥാർത്ഥ അന്തിമ വിജയമാർക്കാണ്? അത് മുത്തഖീങ്ങൾക്കാണ്.
നമ്മൾ ഈ ദുനിയാവിൽ വളരെ വിരളമായ കുറച്ച് കാലഘട്ടം മാത്രമാണ് ജീവിക്കുക. നമ്മുടെ ചരിത്രങ്ങൾ എടുത്തു നോക്കിയാലും മുസ്ലിമീങ്ങൾക്ക് വിജയം അത് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ശരിയാക്കേണ്ടത് ആദ്യം നമ്മുടെ അഖീദയാണ്. നമ്മുടെ അഖീദ ശരിയാവാതെ നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള വിജയം അത് കൊതിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. വളരെ എളുപ്പമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അൻ തഅബുദ അല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്താണ്? അള്ളാഹുവെ നീ ആരാധിക്കലാണ്. എങ്ങനെ? അള്ളാഹുവെ നീ കാണുന്നത് പോലെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ് ഇഹ്സാൻ. അതാണ് ഏറ്റവും വലിയ മർത്തബ. അള്ളാഹുവെ നീ കാണുന്നില്ല എങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതിനാൽ തന്നെ നീ അള്ളാഹുവിനെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണം. അതാണ് എളുപ്പമാണ് അള്ളാഹുവെ മാത്രം ഇബാദത്ത്. എന്തുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ പാപമാകാനുള്ള കാരണം? അതിൽ നമ്മുടെ ദേഹേച്ഛ കൂടുതലായി അടുപ്പിക്കാത്തൊരു കാര്യമാണല്ലേ. പൊതുവെ ബാക്കിയുള്ള തിന്മകൾ എന്താണ്? അതിലൊരു ആസ്വാദനം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ടാണ് ആളുകൾ തിന്മ ചെയ്യുന്നത്, അല്ലാതെ ഒരാളും തിന്മ ചെയ്യില്ല. എന്നാൽ ശിർക്ക് അങ്ങനെയല്ല. നമ്മുടെ ഹൃദയം കൊതിക്കാത്തൊരു കാര്യമാണ് ശിർക്ക്. എന്നിട്ട് പോലും അത് ഒരാൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് വലിയ ശഖാവത്തിന്റെ, ദൗർബല്യതയുടെ അല്ലെങ്കിൽ ദൗർഭാഗ്യത്തിന്റെ അടയാളമാണത്. അതുകൊണ്ടാണ് ശിർക്ക് ഏറ്റവും വലിയ പാപമായി മാറുന്നത്. ബാക്കിയുള്ള തിന്മകൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും എന്ത് ചെയ്യില്ല? ശിർക്ക് ആ പാപം പുറത്തു തരില്ല. അതിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരു പാപവും ശിർക്ക് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ശിർക്ക് ഒരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെയുള്ള ഏത് തിന്മകളും എന്ത് ചെയ്യും? അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് പുറത്തു നൽകി സ്വർഗത്തിൽ നമുക്ക് സ്ഥാനങ്ങൾ ലഭിക്കും. പക്ഷെ ഒരാളുടെ അഖീദ, ഒരാളുടെ വിഷയം അല്ലെങ്കിൽ അയാളുടെ വിശ്വാസം അത് മറ്റുള്ള ആളുകളെ വിളിച്ചു തേടാമെന്നാണെങ്കിൽ, അതുപോലെയുള്ള വിശ്വാസമാണെങ്കിൽ അവനക്ക് അവന്റെ ഇബാദത്തുകളൊന്നും ഉപകാരപ്പെടുകയില്ല. നാളെ ഖിയാമത്ത് നാളിൽ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് എന്താണ് പറഞ്ഞത്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലയോ റസൂലേ, അങ്ങെങ്ങാനും അള്ളാഹുൽ പങ്കു ചേർക്കുകയാണെങ്കിൽ ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ എല്ലാ നന്മകളും അത് പൊളിഞ്ഞു പോകും, എന്നിട്ട് നാളെ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് വിജയമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ ശരിയാക്കേണ്ടത് ആദ്യം നമ്മുടെ അഖീദയാണ്. ആദ്യം നമ്മൾ ആവർത്തിച്ച് പഠിക്കേണ്ടത് നമ്മുടെ അഖീദയാണ്. അതാണ് നമുക്ക് ചരിത്രങ്ങൾ കാണിച്ചു തരുന്നത്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റക്ക് പോകുമ്പോൾ എന്താണ് പറഞ്ഞത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗർ ഗുഹയിൽ നിൽക്കുന്ന വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇതാ അവരുടെ കൂട്ടത്തിലെ ശത്രുക്കൾ അവരുടെ ചെരുപ്പിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? യാ അബൂബക്കർ മാ ദുന്നുക ബിസ്നൈനി വല്ലാഹു സാലിസുഹുമാ. എന്താണ് രണ്ടാളുകളെ പറ്റി നിന്റെ വിചാരം? അള്ളാഹു മൂന്നാമതായി ഉണ്ടായിരിക്കെ. അതോ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന ഉറച്ച വിശ്വാസം അല്ലേ? അതല്ലേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടിയായിരിക്കെ പഠിപ്പിച്ചു കൊടുത്തത്. യാ ഗുലാം ഇന്നി ഉഅല്ലിമുക ബികലിമാത് ഇഹ്ഫളില്ലാഹ യഹ്ഫളുക ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക. അല്ലയോ എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിനക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരാം. ഇഹ്ഫളില്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. യഹ്ഫദ്, അള്ളാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക, നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ പ്രയാസ ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ സഹായവുമായി നിന്റെ മുന്നിൽ കാണാൻ സാധിക്കും. അല്ലെ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം നമുക്ക് പരിചയമുള്ളതാണ്. ഫിർഔനും കൂട്ടറും പുറകിലുണ്ട്, മുന്നിലാകട്ടെ വലിയ കടലാണ്. കൂടെയുള്ള ആളുകൾ എന്താ പറഞ്ഞത്? ഇന്നാ ലമുദ്റകൂൻ, തീർച്ചയായും നമ്മൾ പിടിക്കപ്പെട്ടു. ആ പ്രയോഗം നോക്കണം. അറബി ഭാഷ പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം. അത് ഇന്നാന്നുള്ളത് എന്താണ്? തൗക്കീദിന് ഉപയോഗിക്കുന്നതാ. തീർച്ചയായും ലാ മുദ്റകൂൻ, ആ ലാമും എന്താണ്? തീർച്ചയായും എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ്. കൂടെയുള്ള ആളുകൾ പറഞ്ഞ നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി ഒരു രക്ഷയുമില്ല എന്ന് കരുതുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ വാക്ക് എന്താണ്? ഖാല കല്ലാ ഇന്ന മഇ റബ്ബി സയഹ്ദീൻ. ഇല്ല, എന്റെ റബ്ബ് എനിക്ക് വഴി കാട്ടിത്തരിക തന്നെ ചെയ്യുമെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതും പിന്നീട് നടന്ന ചരിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വിജയമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിലേക്ക് മടങ്ങുക, അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അവനിൽ മാത്രം പ്രതീക്ഷ അർപ്പിക്കുക. എല്ലാ നേർച്ചകളും എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്തു കഴിഞ്ഞാൽ
നമുക്ക് ദുനിയാവിലും ഈ പറഞ്ഞ രൂപത്തിലുള്ള സഹായങ്ങൾ ലഭിക്കും. ഇനി ഇൻഷാ അള്ളാഹ് ആഖിറത്തിലെത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വർഗമാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് ലഭിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പറഞ്ഞതുപോലെ ഇതിൽ ഖുറൈശികളിലെ വമ്പന്മാരടക്കം 70 പേർ ഈ ബദർ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലപ്പെടുന്നുണ്ട്. അബൂജഹൽ അതുപോലെയുള്ള ഖുറൈശികളുടെ നേതാക്കന്മാർ 70 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 70 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. എത്ര ആളുകളായിരുന്നു മക്കയിലെ കുഫാറുകൾ ഉണ്ടായിരുന്നത്? 1000-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. 300 ചില്ലാനം ആളുകളാണ് മുസ്ലിമീങ്ങളുള്ളത്. പക്ഷെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ സഹായം വന്നെത്തി. പിന്നീട് വമ്പിച്ച വിജയം മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായി. ഇത് റമളാൻ 17-നാണ് നടന്നത് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഈ ബൈത്തിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഹിജറ 2-ാം വർഷമാണ് ബദർ യുദ്ധം നടന്നത് എന്നതിൽ ആർക്കും തർക്കമില്ല. പണ്ഡിതന്മാർക്കിടയിൽ ഒരാൾക്കും ഹിജറ 2-ാം വർഷമാണ് ഈ യുദ്ധം നടന്നത് എന്ന വിഷയത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ റമളാൻ മാസത്തിലാണ് എന്നതിലും പണ്ഡിതന്മാർക്ക് എന്തില്ല? തർക്കമില്ല. പക്ഷേ ഏത് ദിവസത്തിലാണ്, 17-നാണോ അതല്ല മറ്റു ദിവസത്തിലാണോ എന്നതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. എന്നാൽ ഷെയ്ഖ് റഹിമഹുല്ല ഇതിൽ പറയുന്നത് എത്രയാണ്? റമളാൻ 17-നാണ് എന്നാണ് ഷെയ്ഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയും ഉണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തെറ്റും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നും ഉള്ളതാണ്. وهذا والله تعالى أعلى وأعلم وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. إن شاء الله ഉടനെ തന്നെ ഹദീസ് ക്ലാസ് ആരംഭിക്കും.